ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഈദ് ഡേ വ്ലോഗായിട്ടാണ്. നമ്മൾ ഷൂട്ടിലായതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും ഈദ് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് പറ്റുന്ന പോലെ ചെറിയൊരു വ്ലോഗ് എടുത്ത് നിങ്ങളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി. കാരണം നമുക്ക് വയനാട് പോകാനും നമ്മൾ ഫാമിലി ആയിട്ട് ഈദ് സെലിബ്രേറ്റ് ചെയ്യാനും ഒന്നിനും കഴിഞ്ഞിട്ടില്ല. നമ്മളിനി ഷൂട്ട് കഴിഞ്ഞിട്ടാണ് വയനാട് പോകാൻ വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ മുബിക്കാവ് പള്ളിയിലൊക്കെ പോയി വന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ലൊക്കേഷനിലല്ലെങ്കിലും റൂമിലേക്ക് നമുക്ക് ഫുഡൊക്കെ കൊണ്ടുതരും. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് മാളൂസിന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ മാളൂട്ടിക്ക് മാത്രമാണ് പുതിയ ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. ഇപ്രാവശ്യം നമ്മൾ എന്തായാലും ഈദിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എടുത്തിട്ടില്ല. നമ്മൾ പെരുന്നാളിൻ്റെ ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഇതെൻ്റെ ജ്വല്ലറീസൊക്കെയാണ്. പിന്നെ ഇത് ഞങ്ങളിവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് കുറച്ച് ക്രാബ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതാണ്. പിന്നെ ഇത് മേക്കപ്പ് ചെയ്യുന്ന നമ്മളെപ്പോഴും കാണാറുള്ള ഞങ്ങളുടെ അടുത്തുള്ള സാധനങ്ങൾ തന്നെയാണ് ഉള്ളത്. പിന്നെ മാളൂസിൻ്റെ ഹെയറിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മാളൂട്ടീനെ എന്തായാലും ഒന്ന് സുന്ദരിയാക്കി ഒരുക്കട്ടെ. മാളൂട്ടി ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണാടിയൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് മാളൂട്ടീനെ ഒരുക്കാൻ പോവാണേ. അപ്പൊ ഞാൻ കാര്യം പറയാം, നമ്മുടെ ഈദിന്റെ വ്ലോഗാണിത്. മാളൂട്ടിക്ക് സത്യം പറഞ്ഞ ഒരുപാട് ഇതൊക്കെ മിസ്സാവുന്നുണ്ട്. നമ്മളെ ഫാമിലി ആയിട്ടുള്ള ആ ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ മിസ്സാവുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തായാലും ഈ ഷൂട്ട് കഴിഞ്ഞ ഉടനെ നമ്മള് വയനാട് പോകും. അപ്പൊ ഒരു വയനാടൻ വ്ലോഗായിട്ട് നമ്മൾ വരൂല്ലേ ആ സമയത്ത്. ഇത് ബേബി ലിപ് ബാമാണ്. മാളൂട്ടിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ഒരുക്കങ്ങളൊന്നുമില്ല. കണ്ണെഴുതും, പിരികെഴുതി കൊടുക്കും, ഒരു പുള്ളിയിട്ട് കൊടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ അവൾ ബേബി പ്രോഡക്റ്റ്സ് തന്നെയാണ് നമ്മൾ ലിപ് ബാമായിട്ടും പൗഡറായിട്ടും ക്രീമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ കണ്ണെഴുതുമ്പല്ലേ മറ്റേത് ഞാൻ കരാറുണ്ട്. ഇപ്പൊ എന്താണ് ഇഞ്ചി കരച്ചിൽ വരാത്ത. അപ്പൊ ഗായ്സ് സുന്ദരിയല്ലേ. നമ്മൾ ആദ്യം യൂസ് ചെയ്ത ലിപ് ബാം ചുണ്ട് പൊട്ടുന്നതിനൊക്കെ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന ലിപ് ബാമാണ് കേട്ടോ. പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് കളറുള്ളൊരു ടൈപ്പ് ബേബി ലിപ് ബാമാണ്. എൻ്റെ മിനി മിററാണ് കേട്ടോ ഇത്. നമുക്ക് ഇങ്ങനെ പേഴ്സ് പോലെ അടയ്ക്കുകയും ചെയ്യാം, പൂട്ടുകയും ചെയ്യാം. അപ്പം ഇനി ഞാൻ മാളൂട്ടിക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡി ആവാനായിട്ട്. അപ്പം ഞാൻ ഇടുന്ന ജ്വല്ലറീസ് ഇതാണ് കേട്ടോ. ഒരു റിങ് ഉണ്ട്, പിന്നെ ഒരു ബാങ്കിളുണ്ട്, പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്, പിന്നെ ആ ഒരു പേളിൻ്റെ കമ്മലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുങ്ങാനെന്ന് പറഞ്ഞാൽ അത്ര കാര്യമായിട്ടൊന്നുമില്ല. ലൈറ്റായിട്ട് കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ടു. പിന്നെ കണ്ണെഴുതി, പിരികെഴുതി. എനിക്ക് പിരികം ഓവറില്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും എഴുതാറുണ്ട് കൂടുതലും. പിന്നെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുടി കെട്ടിയിട്ടുള്ളതും സിമ്പിളായിട്ടാണ്. പക്ഷേ എനിക്ക് ഫ്രണ്ടിൽ കുറച്ച് മുടി ഇങ്ങനെ എപ്പോഴും ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് ഡ്രസ്സാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഹെയർ സ്റ്റൈലാണെങ്കിലും അങ്ങനെ ഇടുമ്പോൾ ഭയങ്കര ഒരു തൃപ്തി തോന്നും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടാറുണ്ട് കൂടുതൽ ഡ്രസ്സിൻ്റെ കൂടെയും. അപ്പം ഞങ്ങളും അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എൻ്റെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ നിന്ന്. അപ്പോൾ മൂപ്പിക്ക പിക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് ഇവിടെ ടൗണിൽ വന്നപ്പം. അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഉപ്പച്ചി ജസ്റ്റ് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ ഉപ്പച്ചി കൊണ്ടുവന്ന കുറേ അവളെന്തൊക്കെയോ കൊണ്ടുവരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേക്കറി എല്ലാം. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ പെരുന്നാൾ പൈസയൊക്കെ കിട്ടിയത് കാണിച്ചു തരുവാണ് കേട്ടോ എനിക്ക്. എന്നിട്ട് ഞങ്ങൾ താഴെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട്. ഏതാ പോസ്റ്റ് നോക്ക്. സെൽഫി എടുക്ക് നോക്കട്ടെ. സ്വന്തം സെൽഫി എടുക്കാനുള്ള അപാരത അതാ. അടിപൊളി ഫോട്ടോ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് വന്നപ്പോഴേക്കും നമുക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ബിരിയാണിയാണ്. സാധാരണ നമുക്കിവിടെ സൺഡേസൊക്കെ ബിരിയാണി ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പെരുന്നാൾ ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രിയാണല്ലോ ഷൂട്ട്. അപ്പം ചുമ്മാ ബോറടിച്ചിരുന്നപ്പം ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഗർ ഉണ്ടായിരുന്നു മൂവി. അതിൽ സൂ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സിംഹത്തിൻ്റെ സീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് അത് ഇഷ്ടമാവും എന്തായാലും. അങ്ങനെ നമ്മൾ മൂവിയൊക്കെ കണ്ട് തിരിച്ചു വന്ന് ഡ്രസ്സൊക്കെ മാറി ഇപ്പച്ചി ബസ് കയറാൻ വേണ്ടിയിട്ട് ടൈം ആവാനായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് കഴിച്ചിട്ടാണ് ഇപ്പച്ചി പോകുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് ഫുഡെല്ലാം കഴിക്കാൻ പോയി. എന്നിട്ട് മുബിക്കാക്ക് ഉപ്പച്ചീനെ ബസ്സൊക്കെ കയറ്റിവിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടാണ് നമ്മൾ റൂമിലേക്ക് പിക്ക് ചെയ്താക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം അപ്പോഴും അവൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവിടെ. ചൂടോടെ കുടിക്കുമ്പോൾ ഹാന്നായി പോകും, പക്ഷെ തൊണ്ടയിലെത്തുമ്പോൾ സുഖം.
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോന്നു. റൂമിൽ വന്ന സമയത്ത് മാളൂസിൻ്റെ ഷോ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ കണ്ടങ്ങനെ ഇരുന്നു. ഇനി നമുക്ക് ഷൂട്ടിന് പോകണം. അപ്പോൾ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ളോഗ്.